ടി വിയിലൂടെയും മറ്റ് പ്രോഗ്രാം കണ്ട നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറിയ മിമിക്രി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ റൺവേയിൽ നിന്നും ഒരു വിമാനം പറന്നു വരുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചില രാഷ്ട്രീയ നേതാക്കളെ ചില നടന്മാരിൽ നിന്നും ഞാൻ സൗണ്ടിൽ നിന്നും മോർഫിംഗ് ചെയ്യുകയാണ്. ആദ്യമായി മലയാളത്തിന്റെ നടൻ തിലകനിൽ നിന്നും ഏത് രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമാണ് വരുന്നതെന്ന് നോക്കാം. നീണ്ട 16 വർഷക്കാലം എന്റെ മനസാക്ഷിക്കോടിരിക്കുന്ന കേസിന്റെ വിധി ഞാനിന്ന് വാദിക്കാൻ പോവാ. ഇതിൽ ന്യായാധിപനാര് വിധികർത്താവാര് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഖത്തർ ദേശീയ ദിനാശംസകൾ. തൊട്ടു പിന്നാലെ കടന്നു വരുന്നു സിനിമാ നടൻ അശോകനിൽ നിന്നും ഏത് രാഷ്ട്രീയ നേതാവിലേക്കാണ് നമുക്ക് കടച്ചില്ല. അങ്ങനെ പോകാം. ഞാനെന്റെ വാക്ക് പാലിച്ചു. എന്റെ വാക്ക് പാലിക്കണേ. നീ SSLC പരീക്ഷ നോക്കുകയാണെങ്കിലേ തലമുണ്ടനം ചെയ്യാന്ന് പറഞ്ഞില്ലേ? നിന്റെ വാക്ക് പാലിക്കണേ. കേരളത്തിന്റെ വികസനം, ഞങ്ങളുടെ ഭരണം അതിവേഗം ബഹുദൂരം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇനി ചില നടന്മാരുടെ ശബ്ദം ഞാൻ ഇവിടെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മീശമാധവൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ വില്ലൻ വേഷം ചെയ്ത് ഇപ്പോൾ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ശ്രീ ഇന്ദ്രജിത്ത്. സത്യം പറ പിള്ളേച്ച, ഇത് കള്ളഗർഭുണ്ടാക്കി കുടുക്കിയതല്ലേ? നമ്പൂരച്ച സ്റ്റേഷനിലോട്ട് ചെല്ല്, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. നാളെ നമ്മൾ കാണുമ്പോ നിന്റെ മീശ ഇങ്ങനെ പിരിച്ചു വെക്കരുത്, വടിച്ചേച്ചും വരണം. ക്ലീൻ ഷേവ് കേട്ടോടാ. യവന്മാരെല്ലാം കൂടി ഈ പമ്പാപ്പം ചെയ്യാൻ കൊലത്താന്ന് കരുതിയല്ലേ? തൊട്ടു പിന്നാലെ കടന്നു വരുന്നു നമ്മുടെ പഴയകാല നടൻ ശ്രീ ശങ്കരാടി. ഒരെങ്കിലും കടകപ്പെടുന്നുണ്ട്, ഒരെങ്കിലും പുല്ല് പാല് ചവറാന്ന് ഘടാഘടിയന്മാരായ 50 വഴികളെ നിങ്ങൾക്ക് ഞാൻ തരാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. തൊട്ടു പിന്നാലെ കടന്നു വരുന്നു TV സീരിയൽ രംഗത്തു നിന്നും മലയാള സിനിമയിലെത്തിയ ശ്രീ കൊച്ചു പ്രേമൻ. ഗൗരി കൊച്ചായിരുന്നു. കൊച്ചിനെ കാത്തോണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. വീട്ടിൽ കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ വീട്ടിൽ മുണ്ട് പറിക്കുന്ന കുട്ടിയുണ്ട് എന്നൊരു ബോർഡ് എഴുതി വെക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടോ, അല്ല അപ്പൊ പോട്ടോ. തൊട്ടു പിന്നാലെ കടന്നു വരുന്നു മലയാളത്തിന്റെ ഭാവാഭിനയ നടൻ ശ്രീ പഴയകാല അന്തരിച്ച ശ്രീ സത്യൻ മാഷ്. അമേരിക്കയിലൊക്കെ പോവാ. തിരിച്ചു വരുമ്പോ അമ്മയ്ക്ക് എല്ലാരും കൊണ്ടുവരേണ്ടത് ഒരു
നത്തോലിയെ കിട്ടിയിരുന്നെങ്കിൽ കൊണ്ടുവരാമായിരുന്നു അല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. തൊട്ടു പിന്നാലെ കടന്നു വരുന്നു മലയാള സിനിമയിൽ നായകവേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ മലയാള സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയ നടൻ ശ്രീ സിദ്ദിഖ്. I can understand your dreams. മനസ്സിലാക്കുന്നു ജാനകി. തന്റെ ലൈഫിലെ ഒബ്സഷൻ കാർത്തികേയൻ. നിനക്ക് വയസ്സറിയിച്ച കാലം തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ടിക്കറ്റ് ഫാഷൻ തന്നെ തട്ടിക്കൊണ്ടുപോയതും പിന്നെ ഒരു തമിഴിലെ താമസിപ്പിച്ചു. എന്നിട്ട് ആരും അറിയാതെ നിന്റെ തന്തവയലും കോംപ്രമൈസ് ചെയ്തു. നിന്റെ ഭർത്താവുദ്യോഗം കാത്തിരിക്കുന്ന ഒരു കിഴങ്ങനല്ല ഞാൻ. മൈൻഡ് ആം എ പോലീസ് ഓഫീസർ. പറഞ്ഞേക്കാം. തൊട്ടു പിന്നാലെ കടന്നു വരുന്നു പാണ്ടിപ്പട എന്ന ചിത്രത്തിലൂടെ വില്ലൻ വേഷം ചെയ്ത് മലയാളികൾക്ക് ഏറെ സുപരിചിതനായി മാറിയ ശ്രീ പ്രകാശ് രാജ്. அதுக்கு வந்து எனக்கு கோபம் வரும். கோபம் வந்தா அது கரைச்சலாய் வரும். அது கரைச்சலாய் வர கையை கட்டி பிடிச்சு கொந்தகாரம். ആകാര ഭംഗി കൊണ്ട് വില്ലൻ വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ കോമഡി വേഷങ്ങൾ വളരെ തന്മയത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയ നടൻ ശ്രീ ഭീമൻ രഘു ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു ഗാനരംഗവുമായി. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ദേശീയ ദിനാശംസകൾ.